നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന മെയ് 10 അക്ഷയ തൃതീയയാണ്. നിങ്ങളെല്ലാവരും ഈ ദിവസത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. എന്താണ് അക്ഷയ തൃതീയ എന്നും ഇതിൻ്റെ പ്രാധാന്യം എന്തുവാണെന്നും ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ 3-ാം ദിവസമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്, അക്ഷയ തൃതീയയായിട്ട് ആഘോഷിക്കുന്നത്. അക്ഷയ തൃതീയ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു സംസ്കൃത വാക്കാണ്. അക്ഷയ എന്നാൽ ഒരിക്കലും ക്ഷയിക്കാത്തത് അല്ലെങ്കിൽ ശാശ്വതമായത്, എന്നും നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. തൃതീയ എന്നാൽ 3-ാമത്തെ ദിവസം എന്നാണ്. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ കഥകൾ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ മഹാവിഷ്ണു തൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ്റെ ആ ഒരു അവതാരം എടുത്ത ദിവസമാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നുണ്ട്. ഭൂമിക്ക് ഐശ്വര്യം നൽകാൻ വേണ്ടി എടുത്തൊരു അവതാരമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്, പരശുരാമൻ്റെ അവതാരത്തെ കണക്കാക്കുന്നത്. സോ അതിന് ആ ഒരു ദിവസം അക്ഷയ തൃതീയയുടെ ആ ഒരു ദിവസത്തിന് ഇങ്ങനെയൊരു ഹിസ്റ്ററി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുണ്യനദിയായ ഗംഗ ഈ ദിവസമാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതായത് ഭൂമിയിലെ വരൾച്ച മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഭഗീരഥൻ എന്ന് പറയുന്ന ആളുടെ തപസ്സിൻ്റെ ഫലമായിട്ട് ഗംഗാദേവി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഒരു ദിവസമായിട്ട്, അതും ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ ഈ ദിവസത്തിന് പറയുന്നുണ്ട്. അതുപോലെ അക്ഷയപാത്രത്തിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് പഞ്ചപാണ്ഡവന്മാർക്ക് അക്ഷയപാത്രം ലഭിച്ച ദിവസമാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹിസ്റ്ററി, അതായത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഈ ഒരു ദിവസത്തിൻ്റെ പിന്നിൽ പറയപ്പെടുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും സംഭാവനകൾ നൽകുക, അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ ആരംഭിക്കുക, ഇതിനൊക്കെ പറ്റിയ നല്ലൊരു ശുഭദിനമായിട്ട് കരുതപ്പെടുന്നൊരു ദിവസമാണ് അക്ഷയ തൃതീയ. ഈ ദിവസത്തിൽ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ഭാഗ്യത്തിനും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അന്നത്തെ ദിവസം ലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നൊരു ദിവസം കൂടിയാണ്. ഈ ദിവസം നമ്മൾ സ്വർണം വാങ്ങുക, അതുപോലെ സ്വർണം വാങ്ങിയാൽ ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നൊരു ദിവസമാണ് ഈ ഒരു ദിവസം. അതുപോലെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക, അതായത് ആ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു ഐശ്വര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫ് ലോങ് നിലനിൽക്കും എന്നാണ് വിശ്വാസം. അപ്പം നമ്മൾ ഗോൾഡ് വാങ്ങിക്കുക എന്ന് പറയുന്നൊരു ഐശ്വര്യമാണ്, അതൊരു സമ്പത്താണ്. അതുപോലെ പല ആളുകളും ഈ ഹൗസ് വാമിങ്ങിന്, അതായത് ഗൃഹപ്രവേശത്തിന് ഈ ഒരു ദിവസം ചൂസ് ചെയ്യാറുണ്ട്. നല്ല നല്ല കാര്യങ്ങൾക്ക്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ചില ആളുകൾ നവരത്നങ്ങൾ വാങ്ങിക്കും, പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള ദിവസമാണ് അക്ഷയ തൃതീയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ നല്ല കാര്യത്തിൻ്റെയും തുടക്കമാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നല്ലതാണ് എന്നത്. സോ ഈ ഒരു ദിവസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിച്ചു പോകത്തില്ല. അതായത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പല പല പ്രാർത്ഥനകൾ, ഇതൊക്കെ ആ ദിവസം ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ആ ഒരു ഫലം ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് വിശ്വാസം. സോ ഈ ദിവസത്തിൽ നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ വീടും പരിസരമൊക്കെ ശുദ്ധിയാക്കി വയ്ക്കുക, ദേഹം ശുദ്ധിയാക്കി വയ്ക്കുക, ക്ഷേത്ര ദർശനം, പൂജാതി കർമ്മങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരാൻ വളരെ വളരെ നല്ലതാണ്. ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് വളരെ നല്ല ദിവസമാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് മെയ് 10 പുലർച്ചെ 4:17 തൊട്ടിട്ട്
നെക്സ്റ്റ് ഡേ, അതായത് മെയ് 11 2:50 AM വരെ, 2:50 രാവിലെ പുലർച്ചെ 2:50 വരെയാണ് അക്ഷയ തൃതീയയുടെ ആ ഒരു ബ്ലെസ്സിങ് ഉള്ളൊരു ടൈം എന്ന് പറയുന്നത്. സോ ഈ ഒരു ദിവസം രേഖയൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ ദയവ് ചേർന്ന് നിങ്ങൾ അന്നത്തെ ദിവസം അത് സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് അത്രയും അനുഗ്രഹം ചൊരിയുന്നൊരു സമയമാണ്. നല്ല കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നല്ലതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടത് സഹായിക്കും. സോ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഞാൻ മണി റേക്കിയുടെ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. സോ ആവശ്യമുള്ള ആളുകൾക്ക് എനിക്ക് മെയിൽ ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് സമ്പത്തിൻ്റെ എനർജിയാണ്. മണി റേക്കി എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ സ്പിരിച്വൽ എനർജിയാണ്. സോ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ വളരെ ചെറിയൊരു എനർജി എക്സ്ചേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് മണി റേക്കി ആണെങ്കിലും ചെയ്യുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ പറ്റത്തില്ല. അപ്പം വളരെ ചെറിയൊരു പേയ്മെൻറ്റിൽ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ജോലിക്ക് പ്രശ്നമുള്ള ആളുകൾക്ക് ജോലി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പണത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി, അതുപോലെ പുതിയ ഭവനം, വാഹനം, സ്വർണ്ണാഭരണങ്ങൾ, രത്നങ്ങൾ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടി നിങ്ങളുടെ സോളിൻ്റെ ഫസ്റ്റ് ബർത്ത് തൊട്ടിട്ട് ഈ ബർത്ത് വരെയുള്ള മണി ബ്ലോക്കുകളൊക്കെ മാറ്റി ബാഡ് കർമാസൊക്കെ അതുപോലെ തന്നെ നെഗറ്റിവിറ്റീസൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള മണി റേക്കിയുടെ ഹീലിംഗ് സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. വളരെ ചെറിയൊരു പേയ്മെൻറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ, 111 രൂപ, 111. ആ ഒരു തുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. കാരണം ഒരൊറ്റ ദിവസത്തെ ഹീലിംഗ് ആണ് അത്. പക്ഷേ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ആ ഒരു ഹീലിങ്ങിന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, കാരണം ആ ഒരൊറ്റ ദിവസം മാത്രമേ ഞാനത് കൊടുക്കുന്നുള്ളൂ. അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം ആയതുകൊണ്ടും മാക്സിമം ആളുകൾക്ക് ആ ഒരു ബ്ലെസ്സിങ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് ഇത്രയും ചെറിയൊരു പേയ്മെൻറ്റിൽ ചെയ്തു തരുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. സോ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യുക. വീണ്ടും പറയണു, മെയിൽ ചെയ്യുന്ന സമയത്ത് ദയവ് ചേർന്നിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും വെക്കുക. ഞാൻ ഫോൺ നമ്പർ വെക്കാതിരുന്നാൽ ഇത്രയും കാലം ഞാൻ തിരിച്ച് റിപ്ലൈ തന്നിട്ടുണ്ട്. നിങ്ങൾ ഫോൺ നമ്പർ വെക്കൂ എന്ന് പറഞ്ഞാൽ വീണ്ടും മെയിൽ അയക്കും. ഇനി ഞാനതിന് നിൽക്കില്ല. കാരണം ഒരുപാട് മെയിൽ വരുമ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് മാറുകയാണ്. അപ്പം അതിന് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ദയവ് ചേർന്നിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്പർ വെക്കുക, നിങ്ങളുടെ പേരും വെക്കുക. എന്നിട്ട് ഈ ഒരു അക്ഷയ തൃതീയയുടേതാണ് എന്നത് മാത്രം നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ തീർച്ചയായും തിരിച്ച് വിളിക്കുന്നതായിരിക്കും. ഞാൻ ആ ഒരു ഹീലിങ്ങിൻ്റെ ടൈം നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞു തരും. എല്ലാവർക്കും ഒരുമിച്ചുള്ള ഹീലിംഗ് ആണ്. സോ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഈ ഒരു വർഷം നിങ്ങൾക്ക് അക്ഷയ തൃതീയ എന്ന് പറയുന്ന ആ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ സമൃദ്ധിയും എല്ലാ രീതിയിലുള്ള ഉയർച്ചയും കൊണ്ടുവരട്ടെ. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.